ഇസ്ലാമിക വിശ്വാസത്തിലെ ഇബ്ലീസിന്റെ വാദത്തെയും മറ്റു മതങ്ങളിലെ വിഗ്രഹാരാധനയെയും ബന്ധിപ്പിച്ച് ഏതാണ് യഥാർത്ഥ ദൈവം എന്നതിനെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഞാനിത് വിശദീകരിക്കാം. ഇബ്ലീസിന്റെ വാദവും അതിന്റെ തെറ്റും. ഇബ്ലീസ് പറഞ്ഞത്, എന്നെ നീ തീയിൽ നിന്നും ആദമിനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, അതിനാൽ ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ്, ഞാൻ അവന് സുജൂദ് ചെയ്യില്ല എന്നാണ്. ഇവിടെ ഇബ്ലീസ് അല്ലാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചത് അഹങ്കാരം കൊണ്ടാണ്. സൃഷ്ടിപരമായ വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ താനാണ് ശ്രേഷ്ഠനെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ ശ്രേഷ്ഠത നിർണയിക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയോടുള്ള വിധേയത്വവും ഭയഭക്തിയുമാണ്, അല്ലാതെ സൃഷ്ടിയുടെ ഉത്ഭവമല്ല. ഇതാണ് ഇബ്ലീസിന്റെ വാദത്തിലെ അടിസ്ഥാനപരമായ പിഴവ്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിലാണ് മഹത്വം. മറ്റ് മതങ്ങളിലെ വിഗ്രഹാരാധനയും ഇസ്ലാമിക കാഴ്ചപ്പാടും. മറ്റു ചില മതങ്ങളിൽ മനുഷ്യർ കളിമണ്ണ്, കല്ല്, മരം, ലോഹം തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് രൂപങ്ങളുണ്ടാക്കി അതിനെ ദൈവമായി കാണുകയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിരൂപമായി കണ്ട് ആരാധിക്കുകയോ ചെയ്യാറുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുന്നത്. ഇസ്ലാം അനുസരിച്ച് അല്ലാഹുവിന്റെ ഏകത്വം, തൗഹീദ്, ദൈവം ഒന്നേയുള്ളൂ, അവനാണ് അല്ലാഹു, അവന് യാതൊരു പങ്കാളികളുമില്ല, അവനാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, അവനാണ് എല്ലാറ്റിനും അതീതൻ, അവന്റെ സൃഷ്ടികളിൽ ഒന്നിനും അവനെപ്പോലെയാകാൻ കഴിയില്ല. സൃഷ്ടിയും സൃഷ്ടാവും അല്ലാഹുവാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവ്. അവൻ ഒരു വസ്തുവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനല്ല. മനുഷ്യർ കളിമണ്ണിൽ നിന്നും മറ്റും ഉണ്ടാക്കുന്ന രൂപങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലാതെ ദൈവങ്ങളല്ല. ഒരു സൃഷ്ടിക്കും സൃഷ്ടാവാകാൻ കഴിയില്ല. ദൈവത്തെ രൂപപ്പെടുത്താൻ സാധ്യമല്ല. അല്ലാഹുവിനെ മനുഷ്യന്റെ ഭാവനയിൽ രൂപപ്പെടുത്താനോ ശില്പങ്ങളാക്കാനോ കഴിയില്ല. അവന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ തൊടാനോ സാധ്യമല്ല. അവൻ നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും അതീതനാണ്. വിഗ്രഹാരാധന ശിർക്ക്, ബഹുദൈവാരാധന, കളിമണ്ണുകൊണ്ടോ മറ്റോ ഉണ്ടാക്കുന്ന രൂപങ്ങളെ ദൈവമായി കാണുന്നതോ ആരാധിക്കുന്നതോ ഇസ്ലാമിൽ ഷിർക്ക്, ബഹുദൈവാരാധനയായി കണക്കാക്കപ്പെടുന്നു. ഇത് ഏറ്റവും വലിയ പാപമായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം സൃഷ്ടികളായ മനുഷ്യർ മറ്റൊരു സൃഷ്ടിയെ, അത് കളിമണ്ണായാലും ശരി, ദൈവമായി കാണുന്നത് അല്ലാഹുവിനോടുള്ള കടുത്ത അനീതിയാണ്. ഏതാണ് യഥാർത്ഥ ദൈവം? ഇസ്ലാമിക വിശ്വാസപ്രകാരം യഥാർത്ഥ ദൈവം അല്ലാഹു മാത്രമാണ്. അവൻ താഴെ പറയുന്ന ഗുണങ്ങളുള്ളവനാണ്. അവൻ ഏകനാണ്, അവന് പങ്കാളികളോ തുല്യരോ ഇല്ല. സൂറത്തുൽ ഇഖ്ലാസ്. അവൻ സ്രഷ്ടാവാണ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല. അവനാണ് എല്ലാറ്റിനെയും ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കിയത്. അവൻ എല്ലാറ്റിനും അതീതനാണ്, അവന്റെ കഴിവുകൾക്ക് പരിമിതിയില്ല. അവനല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് അർഹനല്ല. അവൻ അദൃശ്യനാണ്, അവനെ മനുഷ്യർക്ക് ഈ ലോകത്ത് നേരിട്ട് കാണാനോ ഭാവനയിൽ രൂപപ്പെടുത്താനോ സാധ്യമല്ല. അവന്റെ കൽപ്പനകൾക്ക് ആരും അതീതനല്ല. ഇബ്ലീസ് പോലും അല്ലാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചപ്പോൾ ശാപമേറ്റുവാങ്ങി. ഇത് അല്ലാഹുവിന്റെ പരമാധികാരത്തെയാണ് കാണിക്കുന്നത്. ചുരുക്കത്തിൽ ഇബ്ലീസ് കളിമണ്ണിൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യാതിരുന്നത് അഹങ്കാരം കൊണ്ടായിരുന്നു. എന്നാൽ മറ്റു മതങ്ങളിലെ കളിമണ്ണുകൊണ്ടുള്ള ദൈവങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാരണം യഥാർത്ഥ ദൈവം സ്രഷ്ടാവാണ്, ഒരു സൃഷ്ടിയല്ല. അല്ലാഹു മാത്രമാണ് യഥാർത്ഥ ദൈവം.